ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി അല്ലേ നമ്മളിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടല്ലേ. 4 മാസത്തോളമായി. എന്താ പറയുക, കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. അതൊക്കെ കാരണം ഇവിടുത്തെ യുദ്ധങ്ങൾ, അതുകൊണ്ടൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്യേണ്ടെന്ന് വെച്ചു. പിന്നെ അതിനിടയ്ക്ക് എന്താ പറയുക, എൻ്റെ അച്ഛൻ്റെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രയാസങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നു. അതുകൊണ്ടൊക്കെ വീഡിയോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷം 4 മാസത്തിന് ശേഷം ഞാനിതാ വീണ്ടും വീഡിയോ എടുക്കുന്നു. നാട്ടിലേക്ക് പോവാണ്. തമിഴിൽ കണ്ട പോലെ തന്നെ നാട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ദുബായ് എയർപോർട്ടിലാണുള്ളത്. കാണുന്നില്ലേ, ദുബായ് എയർപോർട്ടിൽ ചെക്കിന് കഴിഞ്ഞു, ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ബോംബെയിലേക്കാണ് പോകുന്നത്. എന്നുള്ള പോലെ തന്നെ പൈസ അധികം. അപ്പം എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇനി കുറച്ച് വീഡിയോസൊക്കെ ഇടാം. നാട്ടിലുണ്ടാവും, 1 മാസത്തോളം ഉണ്ടാവും. വെക്കേഷനാണ്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലം ഈ വീഡിയോ എടുക്കാത്തത് കൊണ്ട് കുറേ എന്താ പറയുക, ഓരോരോ വർത്തമാനത്തിലും പിന്നെ ഒക്കെ ഒരു തടസ്സങ്ങൾ പോലെ. എന്താ പറയുക, പെട്ടെന്ന് അപ്രതീക്ഷിതമായാലേ നമ്മളെ ലൈഫിലേക്ക് ഓരോന്നും സംഭവിക്കുന്നത്. യുദ്ധം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ലൈഫിൽ കാണേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ. അതുമൊക്കെ അറിയാൻ പറ്റി. ഇത്രമാത്രം എന്താ പറയുക, നമ്മളൊന്നും സംസാരിക്കേണ്ട വിഷയമല്ല ഇപ്പോൾ. എന്നാൽ യുദ്ധമെന്നൊക്കെ പറയുന്നത് എവിടെയും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്ഥലത്തും യുദ്ധമൊന്നും പാടില്ല. പക്ഷെ എന്ത് ചെയ്യാനല്ലേ. എനിവേ, നമ്മളെ മാറ്ററിലേക്ക് വരാം. സ്പൈസ് ജെറ്റിനാണ് ബോംബെയിലേക്ക് പോകുന്നത്. ഇപ്പോൾ രാത്രി 11:40 ഫ്ലൈറ്റ്. 10:40 ഇപ്പോൾ സമയം. ഞാൻ പോകുന്ന ബോംബെയിലേക്ക്. അവിടെ നിന്ന് പണ്ട് പോയ പോലെ ട്രെയിനിന് പോവുകയാണ് നാട്ടിലേക്ക്. ഇപ്പോൾ 2 ദിവസത്തെ വ്ളോഗ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സമയത്ത് കട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. 2 എപ്പിസോഡായിട്ട്. ഈ പ്രാവശ്യം 2 എപ്പിസോഡൊന്നുമില്ല, ഒറ്റ എപ്പിസോഡിൽ ചെയ്യാണ്. കുറേ കാലത്തിന് ശേഷം ചെയ്യുന്നതുകൊണ്ടുള്ള ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നു. എന്താണെന്ന് അറിയത്തില്ല. എനിവേ, ഞാൻ ചെക്കിനൊക്കെ കഴിഞ്ഞ് എൻ്റെ ബാഗ് അവിടെ വെച്ചുകൊണ്ട് ഞാൻ ഇരുന്നു. അപ്പോൾ എന്താ പറയുക, ഏകദേശം ഒരു കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ D1 ആണ്. ഇതിപ്പോൾ ഞാൻ D3 ഇരിക്കുന്നത്. D1 അങ്ങോട്ടാണ്, നല്ല തിരക്കാണ് അങ്ങോട്ട്. കാണുന്നില്ലേ, ഇതാണ് പുറത്ത് ഉള്ള ഒരു അന്തരീക്ഷം. ഇങ്ങനെയാണ്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഏകദേശം ഇപ്പം സമയം 11:50 50 കഴിഞ്ഞു. 45 എടുക്കേണ്ടത്. 11:55 എടുത്തത്.
Dear passenger, छत्रपति महाराज इंटरनेशनल एयरपोर्ट में आपका स्वागत है। इस समय बाहर का तापमान 28 डिग्री सेल्सियस है। अब आप अपने मोबाइल फोन का इस्तेमाल कर सकते हैं। अपनी सुरक्षा के लिए सीट बेल्ट साइन बंद होने से रखिए और कुर्सी के पीछे അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഡ്യൂട്ടി ഫ്രീ മുന്നോട്ട് വരുന്നു. ഇപ്പം ഭയങ്കര ചെക്കിങ്ങും പിന്നെ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്താ പറയുക നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. വേറെ രാജ്യങ്ങളിൽ അസുഖങ്ങൾ അതൊക്കെ ചോദിക്കും. സെവൻ അതാ ഈ ബെൽറ്റ് നമ്പർ 7. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പറയാം. എവിടെയാണെങ്കിൽ താഴെ ഇരുന്നിട്ട് നമ്മളെ പഴയ സ്ഥലങ്ങളില്ലേ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ പറയാം ഫ്ലൈറ്റിൻ്റെ കാര്യം. ഇതാണ് 7. ഇതാണ് ദുബായിൽ നിന്ന് വന്നിട്ടുള്ള സ്പൈസ് ജെറ്റിൻ്റെ ലഗേജിൻ്റെ ബെൽറ്റ്. നമ്മുടെ ലഗേജ് നോക്കട്ടെ. കൂടുതലൊന്നുമില്ല ഇപ്പം. എൻ്റെ ഒറ്റ പെട്ടി മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ടി ഈ ബാഗും. അങ്ങനെ പുറത്തിറങ്ങിയ പണ്ടെന്നല്ല ഒരു എത്രയാ ഡിസംബറിൽ വന്നപ്പോൾ ഇരുന്ന സ്ഥലത്ത് അവിടെയാണ്. അതാ കാണുന്നില്ലേ, അവിടെയാണ് ഇരുന്ന സ്ഥലം. ഇപ്പം നോക്കിയാൽ ഞാനൊരു ഫോട്ടോൻ്റെ മുമ്പിലല്ലേ. ഇത് മുംബൈ ആണെങ്കിൽ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഫോട്ടോ ആവാനാണ് ചാൻസ് അല്ലേ. എനിവേ, ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താ പറയുക എവിടെയെങ്കിലും സീറ്റ് ഉണ്ടോ നോക്കട്ടെ. എവിടെയും സീറ്റ് കിട്ടിയില്ല. ഞാൻ നമ്മളെ ട്രോളി എടുത്ത് വേണ്ട ബാഗ് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്നതാണ്. എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ്. സീറ്റല്ല, ഒരു നമ്മളെ കിടക്കുന്ന ഒരു സൗകര്യമുള്ള സ്ഥലമുണ്ട് അങ്ങോട്ട്. അവിടെയുള്ള നോക്കുകയാണ്, എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഒരു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം. പിന്നെ അന്ന് നമ്മൾ പോയ നേത്രാവതി, അതായത് ലോകമാന്യത്തിലൊക്കെ അവിടെ നിന്നുള്ള ഭക്ഷണം അത്ര പോരാലോ. കുറച്ച് ഹെവിയ പൈസയാണെങ്കിലും കൊടുത്തിട്ട് നല്ലൊരു ഭക്ഷണം നോക്കട്ടെ. അതിൻ്റെ എല്ലാം സെർച്ചിങ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ വന്ന ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നില്ലേ. ആ ഫ്ലൈറ്റ് പഴയ ജെറ്റ് എയർവേസ് ഇല്ലേ, അതിൻ്റെ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. കാരണം സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റ് ഞങ്ങൾ കയറുമ്പോൾ തൊട്ടപ്പുറത്തൊരു സ്പൈസ് ജെറ്റിൻ്റെ റെഡ് കളർ കാണിച്ചില്ലേ, ഇതൊരു ബ്ലൂ കളർ. മാത്രമല്ല ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇളകി പേടിച്ചു പോയി. മഴ പെയ്യുന്നുണ്ട്. ലാൻഡിങ് ഒരു ഡേഞ്ചർ ലാൻഡിങ് ആയിരുന്നു. അതാണ് പറയാൻ വിചാരിച്ച നേരത്തെ. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യവും, ഒരു ബോട്ടിൽ വെള്ളം 70 rupees. പിന്നെ ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അതിന് 395. ഞാൻ ഇഡ്ഡലി എല്ലാം നോക്കിയേ, അതിനൊക്കെ ഭയങ്കര പൈസയാണ്. 450 പ്ലസ് ടാക്സ് ഒക്കെ ഉണ്ടാവും. അത് ചൂടാക്കുകയാണ്. ഏതായാലും അത് കഴിക്കട്ടെ. ഇതാണ് ഞാനിപ്പോൾ 395 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച ചിക്കൻ ടിക്ക സാൻഡ്വിച്ച്. ബ്രെഡിൽ ചിക്കൻ ഉണ്ടാവും, പിന്നെ ഒരു ചട്നി വന്നിട്ടുണ്ട്, പിന്നെ ഒരു സലാഡ് പോലത്തെ. ടോട്ടൽ ഇത് രണ്ടും കൂടെ കിട്ടിയാണ് 500 dirham. 500 rupees. ഒരു ഷവർമ കഴിച്ചിട്ട് വന്നതാണ്. ഇത് ഷവർമ നല്ല വിശപ്പുണ്ടായിരുന്നു. സ്പൈസ് ജെറ്റിൽ ഒന്നും ഉണ്ടാവില്ല. ഒരു ഗ്ലാസ് വെള്ളം മാത്രം തന്നു. ബഡ്ജറ്റ് ഫ്ലൈറ്റ് അല്ലേ, ബഡ്ജറ്റ് എയർവേസ് അല്ലേ. ഒന്ന് കഴിക്കട്ടെ. അന്നത്തെ പോലെ തന്നെ ഒരു ടാക്സി പിടിച്ചു, കണ്ടില്ലേ. അവിടെ നിന്ന് ഒരു ഇതാണ് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഈ ടാക്സി പിടിച്ചു. അങ്ങനെ ലോകമാന്യത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കിട്ടിയ പോലെ തന്നെ എനിക്ക് ഒരു ടാക്സി കിട്ടി. അപ്പോൾ ടാക്സി ചേട്ടനാണിത്. ആപ്ക നാം ക്യാ ഹൈ? അക്തർ അലി. അപ്പോൾ അന്ന് വേറെ രാജു എന്ന പേരുള്ള ഒരാളായിട്ട് കിട്ടിയത്. അയാളെ നോക്കി കണ്ടില്ല, പേരും കറക്റ്റ് ഓർമ്മയില്ല. ഇന്ന് അക്തർ അലി എന്ന് പറഞ്ഞ ഒരാളെയാണ് കിട്ടിയിട്ടുള്ളത്. आप
അപ്പോൾ എന്താ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേ വീഡിയോ തന്നെ. അപ്പോൾ എന്താ പറയുക, അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കാണിക്കുന്നൊന്നുമില്ല. ലോകമാനത്തിലേക്ക് പോട്ടെ, രാവിലെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ താഴെ വന്നു, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോർ വന്നു. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ടാക്സി, പ്രീപെയ്ഡ് ടാക്സിയിലേക്ക് ഒരു 475 കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം 400 കൊടുത്തത്. ഇതിപ്പോൾ AC-ൻ്റെ വണ്ടിക്ക് 75 രൂപ അധികം കൊടുക്കണം. ദിറംസിൻ്റെ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ദിറംസ് തന്നെ 2-3 ദിവസം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പൈസയിലേക്ക് വരും. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. മാത്രമല്ല ഒരു ഉഷാർ കിട്ടുന്നില്ല. ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് എന്താ പറയുക, ഒരു മന്ദിപ്പ്. ഈ എയർപോർട്ടിൽ നിന്ന് ഇവിടത്തേക്ക് 12 കിലോമീറ്ററാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ലോകമാന്യ തിലക് എന്ന് പറയുന്ന സ്ഥലത്ത്. ലോകമാന്യ തിലക് റെയിൽवे स्टेशन को क्या बोलेगा इधर? उसको ऐसे बोलते हैं कुर्ला टर्मिनल, और उसका सही नाम है लोकमान्य तिलक टर्मिनल. लोकमान्य तिलक. ഓക്കെ. ലോകമാന്യ തിലക് ടെർമിനൽ ആണ്. അതിന് കുർള എന്നും പറയും. കുർള എന്നും പറയും. അവിടെ നിന്നാണ് നേത്രാവതി പുറപ്പെടുന്നത്. കുർള ഈസ്റ്റ്. കുർള ഈസ്റ്റ് എന്ന് പറയും. അങ്ങനെ ട്രെയിനിൽ കയറി കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് എല്ലാം കാണിച്ചതല്ലേ, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ലാസ്റ്റ് വന്ന വ്ളോഗ് ഓർമ്മില്ലേ, ഗുജറാത്ത് ടു ബോംബെ, എന്നിട്ട് ഇവിടെ ട്രെയിനിൽ നേത്രാവതി ട്രെയിനിൽ അതേ റൂമിൽ തന്നെ പോയിട്ട് ഞാൻ വീണ്ടും, അത് പുറത്ത് നല്ല സൗണ്ടാണ്, അതേ AC വെയിറ്റിംഗ് ഹാളിൽ തന്നെ പോയിട്ട് വീണ്ടും ഞാൻ 3 മണിക്കൂർ പേ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നു. അതിനുശേഷം ഇതാ ട്രെയിന് ഇപ്പോൾ 11:40 എടുക്കിയിട്ട് 11:10 ഭയങ്കര സൗണ്ടാണ് അനൗൺസ്മെൻറ്റിൻ്റെ ഒക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇങ്ങനെ ഡീറ്റെയിൽ ആയി എടുക്കുന്നൊന്നുമില്ല. വരുന്നത് കുറേ കാലത്തിന് ശേഷം വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഒരു വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾക്ക് RAC ടിക്കറ്റാണ് AC കിട്ടിയത്. അതായത് ഒരു സീറ്റ് തന്നെ 2 ആൾ ഷെയർ ചെയ്യുന്ന വഴിയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് AC ഞാൻ ആദ്യമേ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ആകുമ്പോഴത്തേക്ക് കൺഫേം ആയി. കഴിഞ്ഞ പ്രാവശ്യം RAC ആണെങ്കിൽ ഈ പ്രാവശ്യം എനിക്ക് അതേ സ്ഥലത്ത് തന്നെ ഒറ്റയ്ക്ക് ഉള്ള സ്ഥലത്ത് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. എക്സാക്ട് ടൈമിൽ തന്നെ വണ്ടി എടുത്ത് 11:40 തന്നെ. എൻ്റെ സീറ്റ് തന്നെ, എൻ്റെ സീറ്റ് കാണുന്നതാണ് കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവിടെ RAC-ൽ 2 ആളിരുന്ന സീറ്റ്, RAC-ൽ 2 ആളിരുന്ന, ഇന്ന് എനിക്ക് ഒറ്റക്ക്. അതേ ബുക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കറക്റ്റ് 11:40 എടുത്തു. എനിക്ക് കുറച്ച് ഉറങ്ങണ്ടേ. പൻവേലിലൊരു ഭക്ഷണത്തിന് പറഞ്ഞിട്ടുണ്ട്, കേരള സ്റ്റൈൽ ഭക്ഷണം. അതും കാത്തു നിൽക്കണം. അപ്പോഴത്തേക്ക് ഉറങ്ങി എണീക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു 1 മണിക്കൂർ ഉറങ്ങട്ടെ. പൻവേലെത്താൻ 1 മണിക്കൂറൊക്കെ എടുക്കാൻ തോന്നുന്നു. വീണ്ടും ലോകമാന്യ തിലക് സ്റ്റേഷനോട് വിട. നമ്മൾ ട്രെയിനിൻ്റെ ഒരു കാഴ്ച കാണിച്ചേരട്ടെ. കാണുന്നുണ്ടോ? ഒരു ഉറക്കിറങ്ങി എണീറ്റതാണ്. ഇപ്പോഴത്തേക്ക് പൻവേലെത്താനായി. അവിടെയാണ് ഭക്ഷണം പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടിട്ട് വാട്സപ്പിൽ പറഞ്ഞതാണ് ഒരിടത്ത് പൻവേലിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് കേരള സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും വിളിച്ചപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, ഞാൻ പൻവേലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരിധിയില്ലായിരുന്നില്ല, പ്രാവശ്യം കിട്ടി. എന്നാലും നോക്കാം. പൻവേലെത്താനായി തോന്നുന്നു. പൻവേലെത്താനാകുന്ന സമയത്തുള്ളൊരു ഫ്ലാറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ കളർ കണ്ടപ്പോൾ കൗതുകം തോന്നിയിരുന്നത്. അടിപൊളിയല്ലേ? ഇങ്ങനെ പൻവേൽ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക. അവരെ എന്നെ ഭക്ഷണത്തിൻ്റെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഇവിടെ ഡോറിനടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോറിനടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ പൻവേൽ സ്റ്റേഷനിൽ കേരള സ്റ്റൈൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആഗ്രഹം. എൻ്റെ ഫുഡ് വന്നു നോക്കിയേ. ഇത് ചോറ്, കറി, സാമ്പാറുണ്ട്, ഒരു വേറെന്തോ ഒരു കറിയുണ്ട്,
പിന്നെ മീനുണ്ട്, മീൻ ഞാൻ തുറന്നിട്ടില്ല. പിന്നെ ഞാൻ രാത്രിക്ക് ബിരിയാണി വാങ്ങി, അതവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഉപ്പേരിയുണ്ട്. ഇതാ ഞാൻ കഴിക്കുകയാണേ. ഫുഡ് കഴിച്ചു, നല്ല ഫുഡ്. ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചാണ്, നല്ല തിരക്കല്ലേ ആ സമയത്ത്. ഉച്ചത്തിൽ പറയാനൊരു മടി. അല്ലെ ഈ വ്ളോഗർമാരെയൊക്കെ സംബന്ധിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും മുമ്പിൽ ഭക്ഷണത്തിൻ്റെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ. പിന്നെ അവിടെ നിന്ന് എന്താ പറയുക, വൃത്തിയിൽ രണ്ടാളിലും കഴിക്കുന്നതിനെ കാണുമ്പോൾ ഓരോരോ വ്ളോഗർമാരുടെ കാര്യമാണ് പറയുന്നത്. അവരൊക്കെ പറയുന്നത് കേട്ടോ, നമുക്കൊന്നും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇനി ഫുഡ് നല്ല ഫുഡ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവിടെ വന്നിട്ട് ഇതുപോലെ നമ്മുടെ കേരള സ്റ്റൈലിൽ നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഉദ്ദേശിച്ച് കഴിക്കേണ്ട കേരള ഫുഡ് വിചാരിക്കും, അങ്ങനത്തെ ഫുഡൊന്നും വിചാരിക്കരുത്. പക്ഷേ എന്താ പറയുക, കൊള്ളാം. എന്തായാലും ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലോ. ഗുഡ് ഈവനിങ്. നല്ല ഉറക്കുറങ്ങി, നല്ലൊരു ഉറക്കുറങ്ങി. 2-3 മണിക്കൂർ നല്ല ഉറക്കുറങ്ങി. ഇപ്പോൾ ഒരു ഖേജ് എന്ന് പറഞ്ഞ സ്റ്റേഷനായിട്ട് കഴിഞ്ഞു. ചിപ്ലിൻ അങ്ങനെ എന്തുവാണ് കറക്റ്റ്. ഞാൻ ഗൂഗിൾ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അവിടെ എത്തണം, രത്നയിൽ എത്തിയിട്ടില്ല. നല്ല ലേറ്റാണ് ട്രെയിൻ. ഈ ട്രെയിനിങ് എപ്പം ലേറ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. മാത്രമല്ല ഒരു മൺസൂൺ ടൈമെല്ലാം വരുമ്പോൾ ലേറ്റ് ആകുന്നുണ്ട്. പിന്നെ ഈ കൊൽക്കത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻ, പറഞ്ഞു വരുന്ന ഒറ്റ ലൈനാണല്ലോ, ഡബിൾ ലൈൻ ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ട്രെയിൻ 2 മണിക്കൂറൊക്കെ ലേറ്റ് ആകുന്നുണ്ട്. എനിക്കെല്ലാം നാട്ടിൽ 6:30 എത്തുന്നത്, ഞങ്ങൾ എത്തുന്നത് ഞാൻ 8:30. കഴിഞ്ഞ പ്രാവശ്യം എത്തിയത്. ഈ പ്രാവശ്യം നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ചിപ്ലിൻ സ്റ്റേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു 5 മിനിറ്റ് എന്തായാലും നിർത്തും. കാരണം ഇവിടുന്ന് വണ്ടിയിലേക്ക് വെള്ളം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നായിരുന്നു വെള്ളം വണ്ടിയിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്തെ എന്താ മഞ്ഞ ഇത് കാണുന്നില്ല, പൈപ്പ് കാണുന്നില്ലേ, ഉള്ളിലേക്ക് വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വണ്ടി എന്താ പറയുക ഓണടിച്ചു. അപ്പോൾ എല്ലാം അയക്കാൻ മറന്നുപോയി. വണ്ടി അപ്പോൾ എടുത്ത് പോയി. അപ്പോൾ അത് പൊട്ടിയിട്ട് താഴത്തേക്ക് പോകുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു 2-3 മീറ്റർ എന്തായാലും നിർത്തും. 2-3 മീറ്റർ പോരാ, 5 മീറ്റർ മേലെ നിർത്തും എന്തായാലും. ഇതാണ് ചിപ്ലിൻ. ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാനൊന്നും പറ്റിയില്ല. കുറേ സാധനങ്ങളുണ്ട്, പഴംപൊരി, മെതുവടി, പിന്നെ ഇവിടുത്തെ പാവ് ഭാജി ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊരു ഒരു എന്തോ ഒരു മനസ്സിനങ്ങ് തടസ്സം കഴിക്കാൻ. ഇന്ന് രാവിലെ 4-5 മണിക്കല്ലേ, 6 മണിക്കല്ലേ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ ചിക്കൻ ടിക്ക അങ്ങനത്തെ പറഞ്ഞു. അങ്ങനെ ഞാനും വാങ്ങി ഒരു വടാപ്പാവ് ചിപ്ലിൻ സ്റ്റേഷനിൽ. അവരിവിടുന്ന് ഈ സ്റ്റേഷനിലെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് വിൽക്കുന്നതാണ് ഈ വടാപ്പാവ്. ബന്നിൽ നമ്മളെ മസാല ബോണ്ടൻ്റെ സംഭവം, പിന്നെ ഒരു പച്ചമുളകും തരും. അതാണ് ഈ വടാപ്പാവ്. അങ്ങനെ നമ്മളിപ്പോൾ സംഗമേശ്വര റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. സംഗമേശ്വര റോഡ് ഇതൊരു ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയിട്ടതാണ്. നമ്മൾ കൊൺകണിലേക്ക് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ടതാണ്, രജിൻ ലാൽ രാജസ്ഥാനിലെ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നത്. എത്ര വർഷം എന്നാ പറഞ്ഞത്? 15 വർഷത്തോളമായി. ഓക്കെ, എന്താ പറയുക, നമ്മളിപ്പോൾ ബോറടിച്ചിരിക്കുന്നത് ഞാൻ ആ സമയത്താണ് കുറേ വർത്തമാനം പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി സംഗമേശ്വര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ തന്നെയാണ് കുറേ സമയം, 1/2 മണിക്കൂറിന് മേലെയായി ക്രോസിങ്, 2ാമത്തെ ക്രോസിങ് കാണുന്നത്. ആഹാ, ജനശതാബ്ദിയാണ് പോയത്. അത് എവിടെ നിന്ന് എവിടത്തേക്ക് പോയതെന്ന് അറിഞ്ഞൂടാ. രാജാപൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിക്കുന്നത് 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ലേറ്റ് തന്നെയാണ്. അപ്പം ഞാൻ കിടക്കട്ടെ നിൽക്കാൻ. ഇപ്പം സമയം 10 മണിയാണ്, 9:30. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഗോവ 1 മണി 1:30 ആവും. കഴിഞ്ഞ വർഷം വ്ളോഗ് ചെയ്തതാണല്ലോ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം.
വെരി ഗുഡ് മോർണിംഗ്. നല്ലോണം ഉറങ്ങി. ആദ്യം പറയാം മംഗലാപുരത്തെത്തി. മംഗലാപുരത്ത് 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ലേറ്റാണ്. ഇപ്പോൾ സമയം 7 മണിയായി, 6:55 അപ്പോൾ എന്താ പറയുക, മംഗലാപുരം ജംഗ്ഷൻ. മഴയുണ്ടായിരുന്നു, വലിയ മഴയൊന്നും കണ്ടിട്ടില്ല. ഞാനതിന് നല്ല ഉറക്കമായിരുന്നു. ഞാനൊരു 6:30 എഴുന്നേറ്റത്. വലിയ മഴയൊന്നുമില്ല, ചെറിയൊരു മഴ. അടിപൊളിയല്ലേ, ഇത് രസമായിരുന്നു കാണാൻ. ഓക്കെ, അപ്പം ഇനി എടുക്കുന്ന എന്നാൽ ശരി കയറട്ടെ. തലശ്ശേരി ഒരു 9 മണിയാവും എത്താൻ. നേത്രാവതി പുഴ ക്രോസ് ചെയ്യുന്നതാണ്. നമ്മളൊരു KSRTC പോകുന്നുണ്ടല്ല. കൃത്യം 9 മണിക്ക് കണ്ണൂരെത്തി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ തലശ്ശേരി ഇറങ്ങി നേത്രാവതി പോകാൻ നിൽക്കുകയാണ്.